നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ബ്രിട്ടാസ് സംസാരിക്കുമ്പോഴും ഈ അപമാനിച്ച അല്ലെങ്കിൽ ആക്ഷേപിച്ച ആ പാർലമെൻറ്റ് അംഗം ഇരിക്കേണ്ടത് BJPയുടെ അങ്ങ് ട്രഷറി ബെഞ്ചിൻ്റെ അങ്ങേ അറ്റത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ബോധപൂർവം ബ്രിട്ടാസ് പ്രസംഗിക്കുമ്പോൾ പ്രതിപക്ഷം തീർച്ചയായും ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ സംസാരിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ സീറ്റിൻ്റെ അടുത്ത് നിന്ന് മൈക്ക് ഓണായിട്ടിരിക്കുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ ഇടപെടുവാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആസാമിൽ ഇന്ന് വരുന്ന ഒരു പാർലമെൻറ്റ് അംഗം, അവർ ഈ അടുത്ത നാളിൽ ഇന്ത്യ അലയൻസിൽ നിന്ന് അപ്പുറത്തേക്ക് കൂറുമാറിയ ഒരംഗം, അവർക്ക് ബോധപൂർവമായ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടാണ് ഇത് വന്നെത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താകട്ടെ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ആ അത്ഭുതം എന്തുകൊണ്ടാണ്? ആ അത്ഭുതം എന്ന് പറയുന്നത് പല ജാതിയും മതവും പല സാംസ്കാരിക രീതിയും പല വിശ്വാസ പ്രമാണങ്ങളുമെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് ഒന്നായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അത് ചിലർക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാജ്യമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ ഇതിനെ കാണുകയാണ്. കേരളത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത്, ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടെയും ഇതുപോലുള്ള വസ്ത്രങ്ങളല്ലേ, ആന്ധ്രയിൽ പലരും, കർണാടകത്തിൽ പലരും. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു ഇഷ്യൂ ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്, ഇത് രാജ്യത്തിൻ്റെ വിഷയമായിട്ട് തന്നെയാണ് കാണേണ്ടത്. പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റ് കേരളത്തിലേക്ക് എപ്പോഴും BJP സർക്കാർ നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അതിൻ്റെ ഒരു ഭാഗമായി ഈ കേരളത്തിലെ ഒന്നുകൂടെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ തള്ളി നിർത്തുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പുതിയതായിട്ട് വന്ന അംഗത്തെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഏക്കാലം ഈ പ്രതിഷേധം കേരളത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രതിഷേധമാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. അല്ല, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു മാറ്റം, അതാണല്ലോ കേരള എന്നുള്ളത് കേരളമായത്. ഇവിടെ ഇതൊരു ഡിസൈനല്ല, ഇതൊരു അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളൊക്കെ കേരളത്തിൻ്റെ വികാരമാണ്, ഹൃദയവികാരമാണ്. ഇത് നമ്മുടെ പാരമ്പര്യമാണ്. ഓരോ അക്ഷരത്തിലും ഒരു കഥയുണ്ട്, ഓരോ അക്ഷരത്തിലും അതിനകത്ത് ഒരു സംസ്കാരമുണ്ട്, ഓരോ അക്ഷരത്തിലും ഒരു ആത്മാവുണ്ട്. അപ്പോൾ ആ ഒരു വികാരമാണ് ഇന്ന് ഉള്ളത്. പക്ഷേ അതിനെയൊക്കെ വിഷമം വരുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഇന്ന് നമുക്കെതിരെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണാൻ കഴിയുന്നു.